മോൾക്കറിയോ ഒരു 15 മിനിറ്റോളം ഞാൻ വായിട്ട് അലച്ചി ഇവിടെ ഇരുന്നു. ഞാൻ അത് പറഞ്ഞ് ഇതാണ് അങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല ഗൈസ്. ഇങ്ങനത്തെ ഒരു ദുരന്തം വേറെ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനപ്പോ അനുസരണോട് ചോദിക്കണേ ഇനി ഇതിലും പെട്ടെന്ന് വലിയ ഇതുണ്ടാവുമോ? ഇത്ര നേരമായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതൊന്നും നിങ്ങളിലോട്ട് എത്തിയിട്ട് പോലും ഉണ്ടാവൂലോ. ക്യാമറയിൽ അതൊന്നും റെക്കോർഡായില്ല. ക്യാമറ ഓൺ ആക്കാൻ മറന്നു ഗൈസ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് വേറെ ഒന്നല്ല കേട്ടോ. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് ഞാൻ പിന്നെ അത് വലിയ കുട്ടിയോഷിക്കാതിരുന്നത്. ഇനിയിപ്പോ കണ്ണ് വെച്ച് ഇനിയിപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് ഓർത്തതിന്റെ പേരിലാണ് ഞാൻ മോണിറ്റൈസേഷൻ ആയ വിവരം ഒരു കേക്ക് പോലും മുറിച്ച് ഞാൻ ആഘോഷിക്കാതിരുന്നത്. പിന്നെ ഈ മോണിറ്റൈസേഷൻ ആയതുകൊണ്ടുള്ള ഗുണവും കാര്യങ്ങളും എന്റെ ഒരു വ്യക്തത എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടാ. എന്താണിത് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൈസ കിട്ടുമെന്നൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ എന്റെ ധാരണ. പക്ഷെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ നാട്ടിന് സത്യം അറിയുന്നത് ഗൈസ്. ഇനിയിപ്പോ $100 എന്തോ ആയി കഴിയുമ്പോഴാണ് എനിക്ക് പൈസയും കിട്ടുള്ളൂ. നമ്മൾക്ക് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ടാഗ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടാഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ ടാഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ $100 കഴിയണം. ഇപ്പൊ ഞാൻ ഇഴഞ്ഞ് വലിഞ്ഞ് ഒരു $1.50 ആക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണോട്ടെ. $100 ആവണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയുണ്ട്. 4000 വാച്ച് അവർ ആവണതിന്റെ ആ ഒരു ക്രൈറ്റീരിയ പോലെ തന്നെ ഇങ്ങനെ നീണ്ട നിരയിൽ ഇങ്ങനെ കിടക്കണം. പിടിക്കണം. ഫോണിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് നമ്മളുടെ യൂട്യൂബ് സ്റ്റുഡിയോന്റെ സംഭവങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ വേറൊരു അവസരത്തിൽ കാണിച്ചു തരാം. $100 ആയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എന്റെ വിചാരം ഞാൻ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കയ്യും കെട്ടിയിരുന്ന് കാശൊക്കെ വാങ്ങിക്കാന്നുള്ളതായിരുന്നു എന്റെയും ധാരണ. പക്ഷെ മോണിറ്റൈസേഷൻ മാത്രമായിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ പൈസ $100 വരെ എത്തിക്കണം. അത് കഴിഞ്ഞാലേ നമ്മൾ മോണിറ്റൈസേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. അതുകൊണ്ടേ ഫലമുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനി മോണിറ്റൈസേഷൻ ആയത് എങ്ങനെയാണ്, അപ്പൊ ഇത് എങ്ങനെ ആക്കി എടുത്തതൊക്കെ കുറച്ച് പേര് നേരിട്ടൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അറിയണം എന്റെ കൂടെ തന്നെ ചാനലിലുള്ള കുറച്ച് പേരൊക്കെ കുഞ്ഞു ചാനലുകാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ടൈമിൽ ചെയ്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല ഇത് ചാനല് കണ്ട സമയത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ടാൽ മതി, തോന്നണ നേരത്തൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ള ധാരണയായിരുന്നു എനിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ ഒരു 3 മണിക്കാണ് ഇടുന്നുണ്ടെങ്കിൽ ആ 3 മണിക്ക് തന്നെ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോഴേ നമ്മുടെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ഇന്ന് കണ്ട ആള് നാളെ കാണുമെന്നുണ്ടെങ്കിൽ ആ 3 മണി ടൈമിൽ തന്നെ കീപ്പ് ചെയ്തിട്ടാലാണ് അവരുടെ അതിനകത്തോട്ട് നമ്മളുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെല്ലുള്ളൂ. പിന്നെ ഇന്നിട്ട് 2-3 ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ ഡൗൺ ആയി പോകും. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മളോട് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒക്കെ കാണിച്ചിട്ടായാലും കറക്റ്റ് ടൈമിൽ കൃത്യമായിട്ട് ഇടവേള ഇല്ലാണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പിന്നെയാണ് എനിക്ക് അതൊക്കെ മനസ്സിലായി. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് മാക്സിമം ലോങ് വീഡിയോ നമ്മൾ എടുക്കണം. എന്നോട് പലരും പറയാറുണ്ട് നീ കാണിച്ചു കൂട്ടണം 3-4 മണിക്കൂർ സമയമൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആരും ഇത് കാണാനാണ്. മുഴുവനൊന്നും കാണാനൊന്നും ഞങ്ങൾക്കൊന്നും പറ്റുമൊന്നുമില്ല. ഞാനൊന്നും കാണാറൊന്നുമില്ല. സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. സ്കിപ്പ് ചെയ്യണവർ അങ്ങോട്ട് പോയിക്കോട്ടെ. അവര് പോണത് അതൊന്നും നമ്മളെ തണുത്തണവര് പറയലതും പറയും. അയ്യോ 1 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് എത്തിയാണ്. അതൊക്കെ ഒന്നും നമ്മൾ നോക്കരുത്. മാക്സിമം ലോങ് വീഡിയോ നമ്മൾ ചെയ്യാൻ നോക്കാം. ഈ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് തന്നെ കാണുമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പും കാര്യങ്ങളും വരികയാണ് ഞാൻ ചെയ്യണത് കേട്ടാ. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യണം. അറിഞ്ഞൂടാന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പറ്റുന്ന വിധത്തിൽ ഞാനത് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പിൽ എനിക്ക് പരിചയമുള്ള കുറച്ച് പേരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത്, ഇനിയിപ്പോൾ മെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ അതും പറഞ്ഞുതരാം. അപ്പൊ മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മെയിൽ ID ക്രിയേറ്റ് ചെയ്ത ആദ്യയിൽ കൂടെ യൂട്യൂബിൽ കയറി നമ്മളുടെ വീഡിയോസും കാര്യങ്ങളും സ്പീഡ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ ഇടും. അത് ഒരു 3-4-5 വീഡിയോയിലായിരിക്കും സ്ക്രീനിൽ അവിടെ ഓണായിരിക്കും. നമ്മളത് അവിടെ ഓണാക്കിയിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോവും. അതവിടെ ഓണായി നമ്മൾ വീഡിയോ
വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എല്ലാവരൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച വന്നൊരു സംഭവം, നമ്മുടെ ഫോൺ ഫാമിങ്ങിനെ കുറിച്ച്. ഏകദേശം ഫോൺ ഫാമിങ്ങിന്റെ ഒക്കെ പോലെ തന്നെ ചെയ്യണത് തെറ്റോ ശരിയോ, നമ്മൾക്ക് വാച്ച് അവർ ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് അത് നമ്മളുടെ ഇത്. അത് യുക്തിയുള്ളവര് ചെയ്യും, അതിന് ഞാൻ കുറ്റം പറയണില്ല കേട്ടോ. ഫോൺ ഫാമിങ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കണില്ല. അത് ഒക്കെ ഓരോ പേരുടെ ബുദ്ധി. നമുക്ക് കയറി വഞ്ഞുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല വഴികളും കാണിക്കും. അപ്പൊ അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം. അത് പേടിക്കാനൊന്നുമില്ല. നമ്മളുടെ അത്രയും കണക്ഷൻ ഉള്ളവരുടെ നമ്പർ വെച്ചിട്ടാണ് ഈ മെയിൽ ഐഡിയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വെച്ച് ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് അത് വെച്ച് വേറെ ആൾക്ക് ഒരു പണിയോ കൊടുക്കണ പണിയൊന്നും അത് വെച്ച് ചെയ്യരുത്. നമ്മൾ ഈ ഒരു പണിക്കാണെങ്കിൽ ആ ഒരു പണിക്ക് മാത്രമേ ആ മെയിൽ ഐഡിയും അക്കൗണ്ടും കാര്യം കൊണ്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ അത് മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. വേറെ കാര്യങ്ങൾക്ക് ഒന്നും യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്ന വിധത്തിലൊന്നും ഞാൻ ചെയ്യാറില്ല. അങ്ങനൊന്നും നിങ്ങൾ ചെയ്യരുതട്ടെ. ഞാനിത് ഇങ്ങനെ പറഞ്ഞതെന്നൊന്നും പറഞ്ഞോണ്ട് മെയിൽ ഐഡി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് പണിയൊന്നും കൊടുക്കരുതേ. ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. ഞാൻ എന്റെ വീഡിയോകള് ഓണാക്കി വെക്കും. അപ്പൊ ഇത്രയും ലോങ് മഞ്ഞ വീഡിയോകളൊക്കെ ഇത്രയും ടൈം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വാച്ചവറിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോ ഞാനത് മറ്റുള്ളവര് കാണുന്നതിന്റെ പരിഹസിക്കണത് അതൊക്കെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മളുടെ വഴി അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നിന്നാൽ മതി. അപ്പൊ ഞാൻ ചെയ്ത ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. പിന്നെ വേറെ എന്താണ്, വീഡിയോ ഇനി കാണുന്ന നേരത്ത് സ്ലോ ആക്കിയിടാം. അതും ഒരു സെറ്റിങ്ങും കാര്യങ്ങളുണ്ട്. അറിഞ്ഞുവിടുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഷോർട്സിലൂടെ ഞാൻ അതിന്റെ കാര്യങ്ങൾ കാണിച്ചു തരാം, എങ്ങനെയാണ് സ്പീഡ് ഓർക്കണേ എന്നുള്ളത്. വീഡിയോന്റെ സ്പീഡ് ഓർക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സ്പീഡ് കുറച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോ അത്രയും ടൈം എടുക്കണം. നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കണവൻ ഇങ്ങനെ സമയം അത്രയും ഇതാവും. അപ്പൊ അത്രയും വാച്ചവർ നമുക്ക് കൂടുതൽ കിട്ടും. അത് ലാപ്ടോപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാട്ടോ. ഫോണിലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് വെക്കാനായിട്ട് എല്ലാവരും ഇപ്പൊ ഫോൺ തരൂല. ലാപ്ടോപ്പ് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ വീഡിയോകളും കാണും, നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യും, കമന്റ് ഇടും, ലൈക്ക് ഇടും, ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ ഒന്നും ഓർത്ത് നമ്മൾ ഈ വക പണിക്ക് നിൽക്കരുത്. നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യൂല. നമ്മൾക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾക്ക് എത്തണമെന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. കറിഞ്ഞ് കളിയാക്കാൻ കുറെ പേരുണ്ടാവും. പക്ഷെ താങ്ങി ഒന്ന് പൊക്കി നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യണത് നല്ലതാണെന്ന് പറയാനൊന്നും ഒരാളും ഉണ്ടാവൂല. ഞാൻ മനസ്സിലാക്കിക്കണ കാര്യം. ഒരാളിപ്പൊ എന്റെ കൂടെ പുറത്ത് നിൽക്കണ ആള് എനിക്ക് അത്ര സപ്പോർട്ട് ആയതിന്റെ പേരില് ആ ഒരാള് സപ്പോർട്ട് ഉണ്ട്. പിന്നെ എനിക്ക് വേറെ മറ്റുള്ളവരുടെ ഇത് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ ഈ കഴിഞ്ഞ ദിവസം വരെ വീഡിയോ ചെയ്യണ്ട, വലിയ ഇതൊന്നുമില്ല എന്നുള്ള ചിന്ത വരുമ്പോ ഞാൻ ആലോചിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്ത് ഫോൺ വാങ്ങിച്ചതെന്ന്, മൈക്ക് വാങ്ങിച്ചതെന്ന്, എനിക്ക് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് അത്ര സപ്പോർട്ട് ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരാൾ നിൽക്കുമ്പോ വീഡിയോ ചെയ്യാതിരിക്കണത് ഞാൻ ചെയ്യണത് അതൊരു ശരിയല്ല. അപ്പൊ ഞാൻ ഓർത്ത് ചെയ്യാം, ആൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താ മറ്റുള്ളവർക്ക്. പിന്നെ ഈ സപ്പോർട്ട് എല്ലാവരും ഇല്ലാന്നൊന്നുമില്ല കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അത് എന്നെ ആയിട്ട് കണക്ട് ചെയ്യാണ്ട് നിക്കണവരാണ്ട് കുറെ ദൂരെയൊക്കെ ഉള്ളവര്, കണ്ണൂര്, കോഴിക്കോട്, തക്കുടുകൂട്ട, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട് ഇങ്ങനെ ലിസ്റ്റില്. അവരായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും സപ്പോർട്ട് ചെയ്യും എന്നെ ഇങ്ങനെ ഒന്ന് ഡൗൺ ആകുമ്പോഴേക്കും ചേച്ചി എന്ന് പറയാനായിട്ടൊക്കെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഓർത്തിട്ടൊക്കെ ഒന്ന് അയ്യോ അവരെന്നോട് ലൈക്ക് ചെയ്തില്ല, ഷെയർ ചെയ്തില്ല, കമന്റ് ചെയ്തില്ല, അതൊക്കെ ഒന്ന് ഓർത്തിട്ടൊക്കെ ഒന്ന് ഡൗൺ ആയി പോകരുത്. നമ്മളെപ്പോഴും ബി ഹാപ്പി ആയിട്ടിരിക്കാം, സന്തോഷമായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്കും ഈ പറഞ്ഞ ഒരു ടൈമിൽ തന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ മടക്കൊന്നുമില്ലാണ്ട് വീഡിയോസും ഷോർട്സൊക്കെ ഒന്ന് ഇടാൻ നോക്കാം. എനിക്ക് പിന്നെ ജോലിയുടെ വീട്ടിലത്തെ തിരക്കുകളുടെ ഇടയിൽ കൂടിയാണ് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ ഞാൻ ഈ ചാനൽ കൊണ്ടുനടക്കുന്നത്. അതൊരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, ആ ഒരു പ്ലഷർ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതെനിക്കേ മനസ്സിലാവുള്ളൂ. പറഞ്ഞ് പൂച്ചിക്കണ കളിയാക്കണവർക്കൊക്കെ അവിടെ നിന്ന് പറയാം. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, അതെനിക്ക് നല്ലോണം അറിയാം, അതെൻ്റെ ഹസ്ബൻഡിനും അറിയാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെയൊക്കെ അറിയിക്കണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റാണ്ട് കഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ ഐ ഡിയില്ല
ചോദിച്ചോ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിഞ്ഞൂലേ, അതൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാനതൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണ കാര്യങ്ങളും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.